ത്രികദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ശുനോയോ നോമിൻ്റെ ആരംഭം, 15 നോയമ്പിൻ്റെ ആരംഭം. രക്തസാക്ഷികളായ മർത്ത് എസ് മുനിയുടെയും 7 മക്കളുടെയും ഗുരുവായ മാർ എലിയാസറിൻ്റെയും ഓർമ്മ. പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലിത്തയുടെ 13ാമത്തെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ 15-ാം തീയതി നമ്മൾ വിശുദ്ധിയോടുകൂടി ആചരിക്കുവാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ കന്യമറിയാമിനെ കിള്ളന്മാരെക്കാളും ദിവ്യന്മാരെക്കാളും സഹതന്മാരെക്കാളും ഔദ്യാനന്മാരെക്കാളും മൽപ്പാന്മാരെക്കാളും ഉന്നതമായ സ്ഥാനവും ബഹുമാനവും ആദരവും പരിശുദ്ധ സഭ നൽകുന്നു. അവളുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ സഭയും സഭാമക്കളും അവയപ്പെട്ട് ദൈവകരുണ പ്രാപിച്ച് വരുന്നു എന്നത് നമ്മൾ ഏവരും സമ്മതിക്കുകയും ചെയ്യുന്നു. അവളിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. വിശുദ്ധ കന്യമറിയാമിൻ്റെ സ്തുതിക്ക് യോഗ്യമായ മരണവും വാങ്ങിപ്പും നടന്നത് AD 63 ആണ് എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവമാതാവായ മർത്തമറിയാമിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. കന്യമറിയാമിനെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. വാഗ്ദത്ത പുത്രിയാണ് അവൾ. അവൾ ഉണ്ടായതു മുതൽ മാതാപിതാക്കൾ അവളെ വളരെ വിശുദ്ധിയോടുകൂടി വളർത്തി. യഹൂദ കന്യകമാരാണ് അവളുടെ ശുശ്രൂഷ നടത്തിപ്പോന്നത്. അവളുടെ 3ാമത്തെ വയസ്സിൽ അവൾ ദേവാലയത്തിൽ അന്തരീക്ഷത്തിൽ വളരത്തക്കവണ്ണം മാതാപിതാക്കൾ അവളെ അവിടെ ഏൽപ്പിച്ചു. അങ്ങനെ വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി കഴിഞ്ഞ ആ പെൺകുട്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടൊരു മാധ്യമമായി സ്വീകരിച്ചത്. അവളെയാണ് ഗബ്രിയേൽ മാലാഹ വന്ന് കണ്ടത്. ആ അവസരത്തിൽ അവൾ ഗബ്രിയേൽ മാലാഹയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്: എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന്. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം എന്ന് പറയുന്ന ആ അവസരത്തിൽ അവൾ ഭ്രമിക്കുന്നുണ്ട്. എങ്കിലും പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി അവളിലൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യം അംഗീകരിക്കുന്നതായി നമ്മൾ കാണുന്നു. അതാണ് കന്യമറിയാമിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ആയതിനാലാണ് നാം ഓരോരുത്തരും അവളുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കേവർക്കും അറിയാവുന്നതായ വലിയ കാര്യം എന്ന് പറയുന്നത് കന്യമറിയാമും തൻ്റെ മകനും ആയിട്ടുള്ള ആ അടുപ്പം, അവർ തമ്മിലുള്ള ഒരു യോജിപ്പ് നമുക്ക് കാനാവിലെ കല്യാണത്തിൽ മാത്രമല്ല, കന്യമറിയാമിൻ്റെ ജീവചരിത്രം നാം വായിക്കുമ്പോൾ അതിൽ പലയിടത്തും അവർ അതുപോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതായി അതിൽ പറയുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആ കന്യമറിയാമിൻ്റെ ചരിത്രം ഒന്ന് വായിക്കേണ്ടതുണ്ട്. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കന്യമറിയാമിൻ്റെ സാധാരണക്കാർക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭക്തിയോടുകൂടി ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാലാണ് നാം ഈ 15 നോമ്പ് നമ്മുടെ സഭ നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. അവളുടെ വാങ്ങിപ്പിൻ്റെ അവസരം വരെ നമ്മൾ വളരെ ശുദ്ധിയോടുകൂടി ഈ നോമ്പ് ആചരിക്കുന്നുവെങ്കിൽ
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിന് അവളുടെ മധ്യസ്ഥത ദൈവം അവളുടെ പുത്രൻ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. അതിനാൽ ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും വളരെ വിശുദ്ധിയോടുകൂടി ഈ 15 നോയമ്പ് ആചരിച്ച് ആ ശൂനോയോ നോയമ്പിൽ ആ വാങ്ങിപ്പ് പെരുന്നാളിൽ നമുക്ക് ഏവർക്കും പങ്കാളികളായി അനുഗ്രഹം പ്രാപിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.